ഇത് കർഷകരെ അപമാനിച്ചതിന്. കങ്കണയെ കരണത്തടിച്ച CSFലെ വനിതാ കോൺസ്റ്റബിൾ കുൽവീന്ദർ കൗർ തല്ലുന്നതിന് മുൻപ് കങ്കണയോട് പറഞ്ഞത് ഇങ്ങനെയാണ്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഏകദേശം 3 മണിയോടെയായിരുന്നു ആ സംഭവം. ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിലെ നിയുക്ത BJP MPയും ബോളിവുഡ് നടിയുമായ കങ്കണ റണാവത്തിന് ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടിയേൽക്കുന്നു. പാർലമെന്റിലേക്ക് പോകുന്നു എന്ന് ഇൻസ്റ്റഗ്രാമിലടക്കം സ്റ്റോറി ഇട്ട് പോയതായിരുന്നു കങ്കണ. പിന്നെ കണ്ടത് എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ. ആദ്യം വിമാനത്താവളത്തിലെ ചില ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. കങ്കണയ്ക്ക് മുഖത്താണ് അടി കിട്ടിയതെന്നറിഞ്ഞതോടെ വിഷയം മറ്റൊരു തലത്തിലേക്ക് മാറി. അടിച്ചത് CISFലെ വനിതാ കോൺസ്റ്റബിൾ ആയ കുൽവീന്ദർ കൗർ. എന്തിനായിരുന്നു ആ അടിയെന്ന് 4 വാർഡിൽ നിന്നും ചോദ്യമുയർന്നതിനു പിന്നാലെ അതേ എയർപോർട്ടിൽ നിന്ന് തന്നെ CISF ഉദ്യോഗസ്ഥരുടെ മറ്റൊരു വീഡിയോയും പുറത്തു വന്നു. വിവാദമായ കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധിച്ച കർഷകരെ ഖലിസ്ഥാനി തീവ്രവാദികൾ എന്ന് വിളിച്ചതിന്റെ പേരിലാണ് കങ്കണയെ തല്ലിയതെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കർഷക സമരം ചെയ്യാനായി സ്ത്രീകളെ 100 രൂപയ്ക്ക് വിലക്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞയാളാണ് ഇവരെന്ന് കങ്കണയെ ചൂണ്ടി കുൽവീന്ദർ കൗർ പറയുന്നത് വീഡിയോയിൽ കാണാം. കങ്കണ ഇത് പറയുമ്പോൾ തന്റെ അമ്മ അവിടെ സമരം ചെയ്യുകയായിരുന്നുവെന്നും കുൽവീന്ദർ പറയുന്നു. 2020 ഡിസംബറിൽ 100 രൂപ കൊടുത്താൽ കർഷക പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ആളുകൾ തയ്യാറാണെന്ന് കങ്കണ നടത്തിയ പ്രസ്താവനയിൽ താൻ അസ്വസ്ഥയായിരുന്നു. 100 രൂപ കൊടുത്താൽ കങ്കണ സമരം ചെയ്യാൻ പോകുമോ എന്നും ഉദ്യോഗസ്ഥ ചോദിക്കുന്നുണ്ട്. കുൽവീന്ദർ കൗറിന്റെ സഹോദരനും ഒരു കർഷകനാണ്. എന്നാൽ സംഭവം വിശദീകരിച്ച് കങ്കണ പുറത്തുവിട്ട വീഡിയോയിൽ അടി കിട്ടാനിടയാക്കിയ അതേ ആരോപണം തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. താൻ സുരക്ഷിതയാണെന്ന് പറഞ്ഞ കങ്കണ പഞ്ചാബിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദത്തിൽ ആശങ്കയുണ്ടെന്നും പറഞ്ഞു. ഇതിനിടെ ചോദ്യം ചെയ്യലിനൊടുവിൽ കുൽവീന്ദറിനെ CSF സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെ FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് CISF അറിയിച്ചത്. കുൽവീന്ദറിനെ അറസ്റ്റ് ചെയ്തതായി വിവരം ലഭിച്ചെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചെങ്കിലും കങ്കണ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ FIR രജിസ്റ്റർ ചെയ്യൂ എന്നുമാണ് പഞ്ചാബ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം കർഷക സമരത്തെ ഓർത്തെടുക്കുകയാണ് രാജ്യം. 2020 സെപ്റ്റംബറിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ നടത്തിയ നിരന്തര പോരാട്ടവും പ്രതിഷേധവുമായിരുന്നു ആ സമരം. പ്രതിഷേധങ്ങളിൽ കൂടുതലും ഉടലെടുത്തത് പഞ്ചാബിൽ നിന്നായിരുന്നു. ഡൽഹി ചലോ മാർച്ചിന്റെ ചുവട് പിടിച്ച് 10,000-കണക്കിന് കർഷക സംഘടനകൾ രാജ്യ തലസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ജലപീരങ്കികൾ, കണ്ണീർവാതകം, ലാത്തി എന്നിങ്ങനെ കർഷക സമരം അടിച്ചമർത്താൻ മോദി സർക്കാർ സ്വീകരിച്ച നടപടികൾക്ക് രാജ്യം സാക്ഷിയാണ്. രാവും പകലുമില്ലാതെ ഡൽഹിയിലെ തെരുവുകളിൽ പ്രതിഷേധം നടത്തിയ ഈ കർഷകരെയാണ് കങ്കണ ഒറ്റയടിക്ക് ഖലിസ്ഥാൻ തീവ്രവാദികൾ എന്നടക്കം വിളിച്ച് അധിക്ഷേപിച്ചത്. കേസിൽ CSF ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി കർഷക നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവ സമയത്ത് കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കണമെന്നാണ് അവരുടെ ആവശ്യം. കുൽവീന്ദർ കൗറിനെതിരെ കടുത്ത നടപടി എടുക്കരുതെന്ന് സംയുക്ത കിസാൻ മോർച്ച വിഭാഗവും കിസാൻ മജ്ദൂർ മോർച്ചയും ആവശ്യപ്പെട്ടു. കുൽവീന്ദറിന്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ സമരം ചെയ്യുമെന്നും കർഷക നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. കർഷക നേതാക്കൾ കൂടി ഇടപെട്ടതോടെ വിഷയം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇതിനിടെ ട്രോളുകളും മീമുകളുമായി സോഷ്യൽ മീഡിയയും കങ്കണയ്ക്കൊപ്പമുണ്ട്. രാജ്യം ഒരു മാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കാതെ സ്പോട്ടിൽ പ്രതികരിച്ചു തുടങ്ങുന്നു എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയുടെ ചിന്തകൾ.